മേജർ അങ്കിളിന്റെ തോക്ക്. അല്ല പോലീസേ, എന്റെ തോക്ക് എവിടെയെങ്കിലും കണ്ടോ? റിട്ടയർ ആയതിനു ശേഷം തോക്ക് കൈകൊണ്ട് തൊടാറില്ല, നിങ്ങൾക്ക് അറിയില്ലേ? മനസ്സിലായി. ഞാൻ എന്റെ തോക്കിനെ കുറിച്ച് ചോദിച്ചപ്പോ അവന്റെ തോക്കിനെ കുറിച്ച് ചോദിക്കുന്നു. ചേച്ചി ചേച്ചി അറിയാം, തോക്കല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആരോടൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്ന് ഒരു വിവരവും ഇല്ല. അത് ശരി, അങ്ങനെ ഇതിൽ എന്താ ഉള്ളത്? കണ്ടുപിടിക്കേ. ഞാനും കൊറേ ശ്രമിച്ചു നോക്കി, ഇതെങ്ങനെയാ കണ്ടുപിടിക്കാന്ന് എനിക്ക് ഒരു പിടിയുമില്ല. സാർ, വേറെന്തെങ്കിലും വേണോ സാറേ? സാർ മതി. എന്താ മതിയെന്നോ? ഞാൻ എവിടെ കഴിച്ചേ? മതിയോന്ന് ചോദിക്കുന്നു. ഞാൻ കഴിച്ചത് ഒരു കപ്പ് കാപ്പി മാത്രമേ ഉള്ളൂ. ബില്ല്? ഓക്കെ സാർ. ബെറർ 2 ചിക്കൻ ലോലിപോപ്പ് പാഴ്സൽ. ഓക്കെ മാം. അനീതിക്ക് ഇഷ്ടാ. അതെ, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? അതായത് ഞാൻ നിന്നെ ലവ് ചെയ്യുന്നു. നിന്നൊരു നല്ല ഫ്രണ്ടായിട്ടല്ലേ കരുതിയത്. നീ എന്തൊക്കെയാ ആലോചിക്കുന്നത്? നല്ലോണം ആലോചിച്ച് പറയല്ലോ. ആലോചിക്കുമ്പോഴേ എനിക്ക് വെറുപ്പ് തോന്നുന്നു. സോറി സാർ. ബിൽ. ബെറർ Sir. സ്മോൾ ചേഞ്ച്. തനിയെ ബില്ല്. അവര് കഴിച്ചതിന് അവരടുത്ത് ബില്ല് കൊടുത്തേക്ക്, ഞാൻ കഴിച്ചതിന് എനിക്ക് ബില്ല് തന്നേക്ക്. ബെറർ തനിയെ ബില്ല്. ബെറർ വാട്ട് നോൺസെൻസ്. ഒരു കൂടപ്പറപ്പിനെ പോലെയല്ലേ കരുതിയ? വേറെ സെപ്പറേറ്റ് ബില്ലാണ്. ബെറർ തനി ബില്ല്. ബെറർ വേറെ ബിൽ. വേറെ ബെറർ സെപ്പറേറ്റ് ബില്ലാണ്. ബെറർ. സാർ, എങ്ങനെയാ സാറേ, നിങ്ങൾക്ക് വേറെ ബില്ല് തരട്ടെ? ആ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വേണ്ട, ഒരേ ബില്ല് മതി. ഓക്കെ സാർ. ഓക്കെ ശരി. അച്ഛാ, മുത്തശ്ശ, മുതുമുത്തശ്ശ, മരിച്ചുപോയി നിങ്ങളുടെ ആത്മാവ് ഇന്ന് ശാന്തി അടയുകയാണ്. ഹായ് ബ്രിട്ടീഷ് ലേഡി, നിന്റെ സൗന്ദര്യത്തിൽ മടങ്ങിയോ? നിന്റെ ഈ തൊലിയെളുപ്പ് കണ്ടിട്ടോ ഒന്നല്ല ഈ ബെഡ്റൂമിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇതിന്റെ പുറകിലൊരു ഉദ്ദേശം തന്നെ ഉണ്ട്. നന്നായിട്ട് തൊലി വെളുത്തതിന് ഒരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് 500 വർഷമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചത്തുപോയി. ഒരേ ഒരു 5 മിനിറ്റ് മാത്രമേ എന്റെ ഭാര്യയായിട്ടൊന്ന് ഇരിക്കാൻ പറ്റുമോ? എന്നാലേ ചത്തുപോയവർക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. ആർ യു റെഡി? ഇവരെല്ലാം നിങ്ങളുടെ മുൻ തലമുറയാണോ? I am ready. Oh, sweetie. Somebody is disturbing. 1 minute. ഹലോ, മൈനർ ഹിയർ. ഞാൻ നിന്റെ സ്വന്തം ചേട്ടൻ മേജറാണ് സംസാരിക്കുന്നത്. ആ ബന്ധം നശിച്ചു പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. നടന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വൃത്തികെട്ട കാര്യങ്ങൾ ആലോചിച്ചിട്ട് ജനങ്ങളെ ബോറടിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നോട് ക്ഷമിക്ക്. നമ്മുടെ മുതിർന്നവരുടെ നീണ്ട ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി അത്യാവശ്യ കാര്യത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. കുടുംബ ലക്ഷ്യമില്ലാത്തവൻ. 500 വർഷമായിട്ട് ഞങ്ങൾക്ക് നിറവേറ്റാൻ പറ്റാണ്ടിരുന്ന ഈ സ്വപ്നം ഞാൻ ഒറ്റയ്ക്ക് തന്നെ നിറവേറ്റാൻ പോവാ. Are you ready? But the slides of ഫോട്ടോയിലിരിക്കുന്ന നിങ്ങളുടെ മുത്തശ്ശനും അപ്പൂപ്പനൊക്കെ കാണുന്നുണ്ടോ? Baby, നിന്നെയൊക്കെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് എങ്ങനെയൊക്കെ ആഗ്രഹിച്ചു കാണും. അതിന് പകരമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ പ്രേമത്തിന് അവരുടെ കണ്ണുകൊണ്ടൊന്ന് കാണണ്ടേ? കാണണം. Come on, baby. 100 വർഷത്തെ ആഗ്രഹം, 300 വർഷത്തെ ആഗ്രഹം, 500 വർഷത്തെ ആഗ്രഹം. ഇനി ഓരോ ഇന്ത്യനും മലയാളി തല നിവർന്ന് നിൽക്കണം. എന്താടാ, നിന്റെ ലവറിന്റെ ജീപ്പ് ഇവിടെ നിൽപ്പുണ്ടല്ലോ. കുടുംബത്തോടെ വന്നിട്ടുണ്ടെന്നാ തോന്നണേ. ഉണ്ടാവത്തില്ല. പിന്നല്ലാതെ. ആ മുത്തശ്ശിക്കും അവളുടെ അച്ഛനും വേറെന്താ പണിയുള്ളത്? നിങ്ങൾ രണ്ടുപേരെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടിട്ട് എന്ത് ഫംഗ്ഷൻ ചെയ്യണം, എത്ര ലക്ഷം ചെലവ് ചെയ്യണം, ഇതൊക്കെയല്ലേ പണി. നിങ്ങൾ രണ്ടുപേരും ഒരു റൂം എടുത്ത് ഡിസ്കസ് ചെയ്താൽ പോലും ഇത്ര ലക്ഷം ചെലവായി കാണില്ലല്ലോ. എത്ര പൈസയുടെ വേസ്റ്റ് ആക്കിയത്. അമ്മവ കാശ് കരിയാക്കുകയല്ല, പ്രണയമാക്കുകയാണ്. എന്റെ പൊന്നു മോനെ, ഇതിന് അവളുടെ മുത്തശ്ശിയും അവളുടെ അച്ഛനും എത്രയോ ഭേദം. എടോ, ഒന്നും വെറുതെ വരുന്നുണ്ടോ? ഒന്നവിടെ നിന്ന് അകത്തേക്ക് ചെന്നതും നിനക്ക് വരാനിരിക്കുന്ന അമ്മായിയച്ഛൻ, അതായത് ആ പെണ്ണിന്റെ അച്ഛൻ, കുട്ടിയെ കാണണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെ പുറപ്പെട്ടു വന്നത് എന്നൊരു നുണയും പറയാലോ. നീ അവളെ കാണണം, ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം.
അത് മാത്രമല്ലാതെ ചാരുമതി വരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങളാണ് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് മറ്റൊന്നോണെ കൂടി പറയാലോ. അകത്തേക്ക് ചെന്ന കാര്യങ്ങളൊക്കെ പറയാം. എടോ മേജറെ, അവരെ കുറിച്ച് തെറ്റേ സംസാരിക്കും. എന്ത് തെറ്റ് പറഞ്ഞു എന്നാ പറയണേ? എന്റെ തോക്ക് കട്ടെടുത്ത ഫാമിലിയാണത്. അവരെ പറ്റി ഇത് പറയേണ്ട പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? എടോ, അയ്യോ, ഈ തോക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ഹായ് അങ്കിൾ, എന്താ പെട്ടെന്ന്? കുഞ്ഞിനെ കാണാൻ തോന്നി, അതുകൊണ്ട് കുടുംബത്തോടെ ഇങ്ങോട്ട് പോകുന്നു. ഓ, ഞങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാനാ? ഞങ്ങൾക്ക് മാത്രല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്ക് അറിയാലോ. ആ കാര്യം മറന്നുപോയല്ലേ? ഏത് കാര്യം? ആ കാര്യം തന്നെ. ഓ, ചാരു വരുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നു. അത് തന്നെ. എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചേ? ഇതിൽ കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? ഈ നാട്ടുകാർക്ക് എല്ലാം അറിയാലോ. എടാ അശോകേ, അശോകേ, മേലെ ഉണ്ടോ? എന്താ തള്ളച്ചി ഗോഷ്ടി കാണിക്കണേ? അതെ അമ്മച്ചിയെ, വീട്ടിലൊരു ബ്രോക്കർ മാത്രം കൊണ്ടൊരു കാര്യമില്ല. ഈ വീട് തന്നെ ബ്രോക്കർ പണിയാ നോക്കുന്നത്. ഇതൊക്കെ ന്യായം തന്നെയാ. അടിപൊളിയടാ. ഒരു ടെറിഫിക് ഉമ്മയും കൊടുത്ത് പെണ്ണിനെയും കൺഫേം ആക്കിയില്ലടാ. എന്നാ ടാലന്റ് ആളിയാ. ഇവനെതിന്റെ മോന്ത പൂർത്തി പിടിച്ചു. അതെന്താടാ ചോദിക്കുന്നേ? നീ നിശ്ചയം ഡേറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് കിസ് അടിച്ചു. ഇവന്റെ കല്യാണം കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഗേൾ ഫ്രണ്ടിനെ തന്നെ റേപ്പ് ചെയ്തു. നീയും കൂടെ നാണം കെടുത്താതടാ. അത് കഴിഞ്ഞതും കേട്ട് 4-5 വർത്താനം. അങ്ങനെ എന്താണ് ചോദിച്ചത്? ഡേ, ഒരു പെണ്ണ് കുടിയനെ കല്യാണം കഴിക്കും, കൊലപാതകയെ കല്യാണം കഴിക്കും. എന്താ, ഒന്നും സമ്പാദിക്കാത്ത ഒരു പിച്ചക്കാരനെ പോലും കല്യാണം കഴിക്കും. പക്ഷെ ഒന്ന് പീഡിപ്പിക്കാൻ പോലും അറിയാത്ത നിന്നെയൊക്കെ എങ്ങനെയാടാ കല്യാണം കഴിക്കുന്നത്? അങ്ങനെ ചോദിച്ചളിയാ. അത് മാത്രല്ലടാ, വേണ്ടാന്ന് പറയുന്ന എന്നെ പോലും നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീയൊക്കെ എങ്ങനത്തെ ഒരു മനുഷ്യനാടാ? അങ്ങനെ നാണം കെടുത്തിയടാളിയാ. എന്റെ കണ്ണിന് അശോകിനെ കണ്ടതിന് ശേഷം നമുക്ക് പഴയതൊക്കെ ഓർമ്മ വരുന്നുണ്ടല്ലേ? അതെ സാറേ. മോനെ അശോക്. സാർ ഇപ്പൊ വരാവേ. ഇവിടെ വരാട്ടോ. താങ്ക് യു. ആന്റി, സാറിനെ കഴിക്കാൻ കൂട്ടിട്ട് പോണേ. ചാരു, ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. നമസ്കാരം. അവര് രണ്ടുപേരും ഒരു സ്കൂളിലാണ് പണിയെടുക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അളിയ അവന്റെ അച്ഛനടാ. എടാ, നിന്നെ എന്റെ മോൻ എന്ന് പറയുന്ന നാണക്കേടാടാ. ഇന്നലെ ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞിട്ട് അടിച്ച് ഫിറ്റായിട്ട് റോട്ടിൽ കിടന്ന് നിരങ്ങായിരുന്നില്ലേ? നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലടാ. കൂട്ടുകെട്ട് അങ്ങനെയല്ലേ? ശരിയാണ് അച്ഛാ. നിങ്ങൾ പറഞ്ഞ പോലെ എന്റെ കൂടെ ഉള്ളവരാ ശരിയില്ലാത്ത. മൊത്തം 6 പേരും 6 പേരും. ഇവര് 5 പേരും കുടിക്കില്ല. അപ്പൊ ഞാൻ ഫിറ്റ് ആവാതെ എന്താവാനാ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. എങ്ങനെ പോയി നശിക്ക്. അശോകിനെ ഞങ്ങളെ കൊണ്ട് മറക്കാൻ സാധിക്കില്ല കേട്ടാ. ഞങ്ങള് കല്യാണം കഴിക്കേണ്ട കാരണം അശോകാണ്. എങ്ങനെ? അതായത് മോളെ, ഇവന്റെ ലവിനെ ഞാൻ ശരിയാക്കാൻ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരും ലവിലായി പോയി. എടോ അശോകെ, ഇതൊക്കെ നീ പറഞ്ഞിട്ടില്ലേ? അത് വിട്ടേക്ക് സാർ. അതെന്തിനാ ഇപ്പൊ സംസാരിക്കുന്നേ? അശോക് എന്താണെന്ന് പറ. അത് സ്കൂളിൽ ഒരു ചെറിയ കാര്യമാണെന്നേ. അതെന്തിനാ ഇപ്പോ? കളിക്കല്ലേ, നീ കാര്യം പറ. സാർ, ആ കോമഡി നിങ്ങൾ തന്നെ പറയും. ഞാൻ തന്നെ പറയണോ? ഹായ് ഡ്യൂഡ്, ഹൗ ആർ യു? ഫൈൻ അമ്മ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒന്നും മനസ്സിൽ വെക്കേണ്ടതാണ്. നീ അമേരിക്കയ്ക്ക് പോകുന്നവരേക്കും എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കാം. ഈ ലോകത്തിൽ എത്ര ലവ് ഫെയറിൽ ഉണ്ടെങ്കിൽ തന്നെയും എന്തിനാ പിന്നെയും ലവ് ചെയ്തുകൊണ്ടിരിക്കണത്? ദേ, ഈ സാധനമുള്ള ധൈര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി 2 ലാർജ് ചേർത്തടിക്കടാ. അതുകൊണ്ട് 2 ലവ് ഫെയിലിയർ നിനക്ക് താങ്ങാൻ പറ്റും. പിടിക്കടാ. ചിയേഴ്സ്. ഭയങ്കര ഡീപ്പ് ലവ് ആയിരുന്നു തോന്നണേ. എങ്ങനെ കണ്ടുപിടിച്ചു ബ്രദറെ? ഒരു മനുഷ്യന് എത്ര ഡീപ്പായിട്ട് ലവ് ചെയ്തു എന്നുള്ളത് അവൻ അടിക്കുന്ന അളവ് കണ്ടാൽ തന്നെ കണ്ടുപിടിക്കാൻ സൂപ്പർ ബ്രദറെ. സാധനത്തിന്റെ അളവ് വെച്ച് ലവിന്റെ ആഴം കണ്ടുപിടിച്ചല്ലേ നിങ്ങള്? ബ്രദറെ, യവൻ കുടിക്കുന്ന കണ്ടിട്ട് ലവ് ഫെയിലിയറിൽ കുടിക്കുന്ന പോലെ അല്ല. കുടിക്കാൻ വേണ്ടിയാണ് ലവ് ഫെയിലിയർ ആയി എന്നാ തോന്നുന്നേ. എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നത്? ആ ഗീതയെ കണ്ടുപിടിച്ചിട്ട് റൂട്ടൊന്ന് ക്ലിയർ ആയിക്കൂടെ നിനക്ക്? ഇത് എന്റെ പ്രണയമാണ്. ഞാൻ വേണം പ്രൂഫ് ചെയ്യാൻ. ഇതിൽ ഗീതയെ സഹായിക്കാൻ വിളിക്കുന്നത് എന്റെ പ്രണയത്തെ ഞാൻ തന്നെ അപമാനിക്കുന്ന പോലെയാ. പിന്നെന്തിനാ അമേരിക്കയിൽ പോണത്? വീട്ടില് എന്റെ മുമ്പിൽ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് പോലെ അഭിനയിക്കുന്നതേ എന്നെ കൊണ്ട് കാണാൻ വയ്യ. അതുകൊണ്ട് അമേരിക്കയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. സത്യത്തില് നമ്മളെ സ്നേഹിക്കുന്നവരെ വിട്ട് തനിച്ച് ജീവിക്കുന്നത് മരണത്തിന് സമമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതെല്ലാം ഇല്ലാതെയാക്കി ഈ പ്രണയം. ബ്രദറെ, ലവേഴ്സ് ഡേ ആഘോഷിക്കുന്നു, ഫ്രണ്ട്ഷിപ്പ് ഡേയും ആഘോഷിക്കുന്നു.
എന്തിന് എയ്ഡ്സ് ഡേ പോലും ആഘോഷിക്കുന്നു. പക്ഷേ പെണ്ണുങ്ങൾ പയ്യന്മാരെ തേച്ചിട്ട് പോണ ദിവസം മാത്രം ആഘോഷിക്കുന്നില്ല. എന്തിനറിയോ? അങ്ങനെ ആഘോഷിക്കുകയാണെങ്കിൽ വർഷത്തിൽ 365 ദിവസം പോരാ പി. വഴി വഴി. She's Shivani, this is Anjali, this is Nisha, Hi. and this is Susha. ഗീത, ആ ചെറുക്കൻ അറിയാം, അവരെന്നെ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നില്ലേ. ഈ സിറ്റി ലൈഫിൽ ഇതൊക്കെ സാധാരണയാണ്. നമ്മുടെ മനസ്സ് നന്നായിട്ടിരുന്നാൽ മതി. ഈ അപ്പാർട്ട്മെന്റിൽ ഒരുത്തം പോലും മടിയനായിട്ടിരിക്കാറില്ല. എന്താണെന്നറിയാവോ? എന്താ? ഞാൻ ഈ വന്ന അടുത്ത ദിവസം തന്നെ റണ്ണിങ്, വാക്കിംഗ്, ജോഗിങ് ഈ ഗ്രൗണ്ട് ചുറ്റി വരുന്ന പോലെ എന്നെ ചുറ്റി വരാറുണ്ട്. ഇത് അവരുടെ ഹെൽത്തിന് നല്ലതാ. ഈ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാ ആൺകുട്ടികൾക്കും ഞാനാണ് ഡോക്ടർ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ ഗീത ഡോക്ടറായ കഥ? ഈ ഗീതയുടെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തില്ല, അതുകൊണ്ട് തന്നെ ആരോഗ്യവാനായിട്ടിരിക്കുന്നത്. സാറേ ഒന്ന് നിന്ന്. നിങ്ങൾ എന്താ സാറേ ഈ അപ്പാർട്ട്മെന്റിലുള്ള ചെറുപ്പക്കാരെ പയ്യന്മാരുടെ അടുത്ത് കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞെന്ന് കേട്ടു. നിങ്ങൾ പറഞ്ഞു കേട്ട് എന്റെ മോൻ കല്യാണം കഴിക്കില്ലെന്ന് ശാണ്ടി പിടിച്ചോണ്ടിരിക്കണെന്നേ. നിങ്ങൾ എന്താ ഇത് കാണിച്ചോണ്ടിരിക്കുന്നേ? അതെ, ഇയാളോടൊന്നും സംസാരിക്കാൻ നിക്കണ്ടാവാ. പോ. ആ അതെ, അത് തന്നെ ചെയ്തോണ്ടിരിക്കണത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമുള്ളത്? ഓടോ കിളവാ, ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പേ എങ്ങോട്ടാ പോയത്? അവളെന്നെ കൊന്നോണ്ടിരിക്കുക. ചാരു, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഈ അപ്പാർട്ട്മെന്റിൽ ഒരുപാടുണ്ട്. ഗീതേ, ആ? എന്റെ മോനെ എങ്ങാനും കണ്ടായിരുന്നോ? ഇല്ല ആന്റി, മൊബൈലിൽ ട്രൈ ചെയ്ത് നോക്കിക്കൂടായിരുന്നോ? ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി, അവനെ എടുക്കുന്നേ ഇല്ല. അവന്റെ അച്ഛനാണെങ്കിൽ ആശുപത്രിയിലാ, ഭക്ഷണം കൊണ്ടു കൊടുക്കണം. അത് കാരണം വല്ലാത്ത ടെൻഷനാ. ഞാൻ ട്രൈ ചെയ്യാം ആന്റി. പെറ്റ അമ്മ, ഞാൻ വിളിച്ചിട്ട് പോലും അവൻ എടുത്തില്ല. എന്നിട്ടാ ഇപ്പൊ നീ വിളിച്ച. എടുക്കില്ല ആന്റി, എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം. മിസ്ഡ് കാളാടാ. ആമ്പിള്ളേരുടെ സൈക്കോളജി എന്നാൽ മിസ്ഡ് കോൾ എന്ന് വിചാരിച്ച പെണ്ണുങ്ങളാണെന്ന് വെച്ച് തിരിച്ചു വിളിക്കും. തീർച്ചയായും പെണ്ണ് തന്നെ. ഹലോ, നിങ്ങളുടെ അടുത്ത് ഒരു മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. സോറി സാർ, തെറ്റായിട്ട് ഡയൽ ചെയ്തതാ. ഇപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഡയൽ ചെയ്തത്. ഇങ്ങനത്തെ റോങ് കോളിലാണ് നല്ല നല്ല കണക്ഷൻ ഉണ്ടാകുന്നത്. സോറി സാർ, അച്ഛന് സുഖമില്ല, അതുകൊണ്ടാ. എന്ത്? അച്ഛന് സുഖമില്ലെന്നോ? നിങ്ങൾ എന്താ ഇത്രയും കാഷ്വൽ ആയിട്ട് പറയുന്നേ? അച്ഛന് സുഖമില്ലെങ്കിൽ ഞാൻ അങ്ങനെ പിടച്ചു പോകുന്നേ. ഏത് ഹോസ്പിറ്റലിൽ പോകണം, ഏത് ഡോക്ടറെ കാണിക്കണം, അഡ്രസ് പറയൂ, ഉടൻ തന്നെ ആംബുലൻസിന് അയച്ചു വിടാം. എടാ വൃത്തികെട്ടവനെ, പെറ്റ തള്ള 50 പ്രാവശ്യം വിളിച്ചിട്ടും അവനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു പെണ്ണ് വിളിച്ചപ്പോ ഉടനെ തിരിച്ചു വിളിച്ചേക്കുന്നു. അവളുടെ അച്ഛന് സുഖമില്ലെങ്കിൽ നീ ഉടനെ ഓടി വരുമോ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. വീട്ടിലോട്ട് വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നാളെ തന്നെ നീ യുഎസിലേക്ക് പോകാം. താങ്ക് യു സർ.